നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള അധികൃതരുടെ വാഗ്ദാന ലംഘനം. ഇടുക്കി BSc നഴ്സിംഗ് കോളേജിൽ വീണ്ടും പ്രതിസന്ധി. കുടിവെള്ളം പോലും ലഭിക്കാതെ കടുത്ത ദുരിതത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ. പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല നിരാഹാര സമരത്തിനും നിയമ നടപടികൾക്കും ഒരുങ്ങി വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുന്നണി ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനൊരുങ്ങി കൂട്ടിക്കൽ, മുണ്ടക്കയം പഞ്ചായത്തുകളിലെ രാഷ്ട്രീയ പാർട്ടികൾ. മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പലരും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചു. ശബരിമല സീസൺ അടുത്തിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ KSRTC ബസ് സ്റ്റാൻഡ് ടാർ ചെയ്യാൻ മടിച്ച് എരുമേലി പഞ്ചായത്ത് അധികൃതർ. ടാർ ചെയ്താൽ കോടതിയലക്ഷ്യത്തിന് കേസെടുക്കുമോ എന്ന ആശങ്കയുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി. ദുരിതത്തിലാകുന്നത് അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ള യാത്രികർ. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിലുള്ള അധികൃതരുടെ വാഗ്ദാന ലംഘനത്തെ തുടർന്ന് ഇടുക്കി BSc നഴ്സിംഗ് കോളേജിൽ വീണ്ടും പ്രതിസന്ധി. പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല നിരാഹാര സമരത്തിനും നിയമ നടപടികൾക്കും ഒരുങ്ങി വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും. നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉന്നയിച്ചത്. കുടിവെള്ളം പോലും ലഭിക്കാതെ കടുത്ത ദുരിതമാണ് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത്. പ്രതിസന്ധി പരിഹരിക്കുമെന്ന് സർക്കാർ വാഗ്ദാനം പാഴായി. DMEക്ക് പലതവണ പരാതി നൽകിയിട്ടും പരിഹാരമായില്ല. പുതിയ ബാച്ചിൻ്റെ ഉദ്ഘാടന സമയത്ത് ക്ലാസ് റൂമിൻ്റെ നവീകരണം നടപ്പാക്കുമെന്ന മന്ത്രിയുടെ വാഗ്ദാനം നടപ്പായില്ല. ഞങ്ങൾ 20/12/2024 ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിള്ളേരെ കൂടെ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടായി. അതിനുശേഷം ഏകദേശം 1 വർഷത്തോളം വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ അത് പ്രാവർത്തികമായിട്ടില്ല. പല പ്രാവശ്യം ഞങ്ങളുടെ കുട്ടികൾക്ക് നേഴ്സിംഗ് കുട്ടികൾക്ക് ഹോസ്റ്റലായിട്ട് പൈനാവിലെ ഹോസ്റ്റലിൽ വിട്ടുതരാമെന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഓർഡർ ഇറക്കി. എന്നിട്ട് ഓർഡർ ഇറക്കുന്നതല്ലാണ്ട് ഇതുവരെ അതിനൊരു ഫൈനലായിട്ട് പിള്ളേർ ഇതുവരെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. മന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പല പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട്. പല പ്രാവശ്യം ഈ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞ് ഓർഡർ ഇറക്കിയിട്ട് പക്ഷേ ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അതിനുശേഷം ഏകദേശം ഇപ്പോൾ ഒരു 8-9 മാസമായി. ഈ കഴിഞ്ഞ 16-ാം തീയതി വീണ്ടും പിള്ളേർ സമരത്തിനിറങ്ങി. അന്ന് DME ഞങ്ങളോട് ഒരു സമയം ചോദിച്ചൊരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ 16-ാം തീയതി. KNMC ഫണ്ടിൽ നിന്നും ഫണ്ട് അനുവദിച്ചിട്ടും കോളേജ് ബസ് ലഭ്യമായിട്ടില്ല. സ്വന്തം ചിലവിലും PTA ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ചും ക്ലിനിക്കൽ പ്രാക്ടീസിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ദുരവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ. രോഗികളോടൊപ്പം IP ബ്ലോക്കിലും ഐസൊലേഷൻ ഗൈനക്കോളജി വാർഡുകളിലും ഇരുന്ന് പഠിക്കേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ. ഒരാഴ്ചയ്ക്കകം പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ നിരാഹാര സമരം തുടങ്ങുമെന്ന് വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുന്നണി ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കൂട്ടിക്കൽ, മുണ്ടക്കയം പഞ്ചായത്തുകളിലെ രാഷ്ട്രീയ പാർട്ടികൾ. അതേസമയം മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പലരും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. മുണ്ടക്കയം പഞ്ചായത്തിൽ LDF സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയായി. ആകെയുള്ള 23 സീറ്റിൽ CPM നിലവിലുള്ള 12 സീറ്റിലും CPI കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റ് കൂടാതെ 1 സീറ്റ് അധികമായും 4 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് M ഇത്തവണ 5 സീറ്റിലും RJD 1 സീറ്റിലുമാണ് മത്സരിക്കാൻ ഏകദേശ ധാരണയായിരിക്കുന്നത്. വളരെ വേഗത്തിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുമുന്നണി. ഇതോടൊപ്പം ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് സ്ഥാനാർത്ഥികളെയും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. UDFൽ സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. 15 വാർഡുകളിൽ കോൺഗ്രസിനും RSPക്ക് 1 വാർഡിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. കേരള കോൺഗ്രസുമായും മുസ്ലിം ലീഗുമായും ചർച്ചകൾ നടന്നുവരികയാണ്. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾക്കായുള്ള മുന്നണി ചർച്ചകളും പുരോഗമിക്കുന്നു. കൂട്ടിക്കൽ പഞ്ചായത്തിൽ UDFൽ സീറ്റ് വിഭജനം പൂർത്തിയായി. ആകെയുള്ള 14 വാർഡുകളിൽ കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഓരോ സീറ്റുകളാണുള്ളത്. ബാക്കിയുള്ള 12 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാനാണ് ധാരണയിലെത്തിയിരിക്കുന്നത്. LDFൽ സീറ്റ് വിഭജന ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായി. CPM 6, കേരള കോൺഗ്രസ് M 4, CPI 3 എന്നീ നിലകളിലായിരിക്കും മത്സരിക്കുക. അധികമായി വന്ന 1 വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത്.
ചിറക്കടവ് പഞ്ചായത്തിൽ UDF സീറ്റ് വിഭജനമായി. 22 വാർഡുകളിൽ 19 വാർഡുകളിൽ കോൺഗ്രസും 2 വാർഡുകളിൽ കേരള കോൺഗ്രസും 1 വാർഡിൽ മുസ്ലിം ലീഗും മത്സരിക്കും. 7 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ദൃശ്യ ന്യൂസ്, മുണ്ടക്കയം. ശബരിമല സീസൺ അടുത്തിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ KSRTC ബസ് സ്റ്റാൻഡ് ടാർ ചെയ്യാൻ മടിച്ച് എരുമേലി പഞ്ചായത്ത്. ടാർ ചെയ്താൽ കോടതിയലക്ഷ്യത്തിന് കേസെടുക്കുമോ എന്ന ആശങ്കയാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി B. മഞ്ജു. കഴിഞ്ഞ ദിവസം എരുമേലി ദേവസ്വം ഹാളിൽ MLA വിളിച്ചു ചേർത്ത ശബരിമല ഉത്സവ മുന്നൊരുക്ക യോഗത്തിലാണ് KSRTC ബസ് സ്റ്റാൻഡ് ടാർ ചെയ്യാൻ പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചത്. എന്നാൽ സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതാണെന്നും ഒഴിഞ്ഞു കൊടുക്കണമെന്നും അറിയിച്ച് പാലാ സബ് കോടതി വിധി നൽകുകയും ഇതിനെതിരെ KSRTC അധികൃതർ അപ്പീൽ ഹർജി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ അപ്പീൽ ഹർജിയിൽ സ്വകാര്യ വ്യക്തിയുടെ എതിർപ്പ് ഹർജി ലഭിച്ചതിനാൽ ഇത് സംബന്ധിച്ച് വാദം കേൾക്കാൻ വേണ്ടി അവധിക്ക് വച്ചിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തിയുടെ വാദം കേട്ട ശേഷമാണ് അപ്പീൽ ഹർജി പരിഗണിക്കുന്നത് സംബന്ധിച്ച് കോടതി തീരുമാനിക്കുക. കോടതിയിൽ തർക്കം നിലനിൽക്കുന്ന സ്ഥലത്ത് കോടതി അനുമതിയില്ലാതെ എന്തെങ്കിലും ചെയ്താൽ കോടതിയോടുള്ള ധിക്കാരമായി കണക്കാക്കപ്പെടുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. കേസിൽ പഞ്ചായത്ത് കക്ഷിയല്ലാത്തതിനാൽ സ്റ്റാൻഡ് റോഡിൽ ടാർ ചെയ്യാൻ കോടതി അനുമതി തേടാൻ പ്രയാസമാണെന്നും സെക്രട്ടറി പറഞ്ഞു. ഈ സ്ഥിതിയിൽ ടാർ ചെയ്ത് കുഴിയടക്കൽ നടത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് സെക്രട്ടറി പറഞ്ഞു. അതേസമയം നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ എത്തുന്ന ഇടമായ KSRTC സ്റ്റാൻഡിൽ ശൌചാലയം പ്രവർത്തിക്കുന്നില്ല. ബസ് പാർക്കിംഗ് സ്ഥലം കുഴികൾ നിറഞ്ഞ നിലയിലാണ്. ദൃശ്യ ന്യൂസ്, എരുമേലി. ഇടുക്കിയിൽ BJP തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ ഇടുക്കി മണ്ഡലം സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് നടത്തിയത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് VC വർഗീസിന്റെ അധ്യക്ഷതയിൽ മണ്ഡലം പ്രസിഡന്റ് ലീന രാജുവാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പ്രാഥമികമായി 39 പേരുടെ പ്രഖ്യാപനമാണ് നടന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP സൗത്ത് ജില്ലയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടത്തിയത്. ഇടുക്കി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. ഇടുക്കി മണ്ഡലത്തിലെ 39 സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് നടന്നത്. വരും ദിവസങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുമെന്നും തെരഞ്ഞെടുപ്പിനെ നേരിടാനായി പ്രാദേശിക തലം മുതൽ പ്രവർത്തകർ സജ്ജരായി കഴിഞ്ഞെന്നും തർക്കങ്ങൾക്ക് ഇട നൽകാതെ ജനകീയരായവരും വിജയ സാധ്യതയുള്ളവരെയുമാണ് സ്ഥാനാർത്ഥികളായി അണിനിരത്തുന്നതെന്നും ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് പറഞ്ഞു. BJP ഇടുക്കി സൗത്ത് ജില്ലയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഇന്ന് ഇടുക്കി മണ്ഡലത്തിൽ ആണ് പുറത്തിറക്കിയത്. 39 പേരുടെ പേരാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ നാളെയും മറ്റന്നാളുമായി എല്ലാ സ്ഥാനാർത്ഥികളെയും എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടേത് നാളെ വൈകിട്ട് 3:30 സ്ഥാനാർത്ഥികളെ അവിടെ പ്രഖ്യാപിക്കും. ഇടുക്കി സൗത്തിലെ എല്ലാ വാർഡുകളിലും BJPയും BDSും ചേർന്നുള്ള NDA മുന്നണി സ്ഥാനാർത്ഥികളെ അണിനിരത്തും. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജുവാണ് മണ്ഡലതല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറി K. കുമാർ ഉൾപ്പെടെ നേതാക്കളും പങ്കെടുത്തു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ദൃശ്യ ന്യൂസ് നടത്തുന്ന പോരാട്ടം 2025 ചിത്രീകരണം മണർകാട് പഞ്ചായത്തിൽ നടന്നു. പഞ്ചായത്തിൻ്റെ 5 വർഷക്കാലത്തെ വികസനവും ഒപ്പം ബസ് സ്റ്റാൻഡ് നവീകരണം, മാലിന്യ നിർമ്മാർജ്ജനമടക്കമുള്ള പൊതുവിഷയങ്ങൾ പരിപാടിയിൽ ചർച്ചയായി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ബിജു KC, പ്രതിപക്ഷത്തു നിന്നും ജിജി മണർക്കാട്, LDF പ്രതിനിധി ഫിലിപ്പ് കിഴക്കേപ്പറമ്പിൽ, UDF പ്രതിനിധി ബാബു K. കോര, BJP പ്രതിനിധി രാധാ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓഡിറ്റോറിയം അപ്പോൾ 22 ലക്ഷം കോൺഫറൻസ് ആ റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. ആദ്യ വർഷം ചെയ്ത റോഡ് തന്നെയാണ്. അത് തുടർച്ചയായിട്ട് വന്നപ്പോൾ ചെയ്യുന്ന കാലത്ത് അതിനകത്ത് അതിൻ്റെ അകത്ത് ഒരു പേര് കൃത്യം ഒരു റോഡിനെ കാണിച്ചില്ല, കാണിക്കത്തുമില്ല. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണം പനച്ചിക്കാട് പഞ്ചായത്തിൽ നടന്നു. പഞ്ചായത്തിൻ്റെ 5 വർഷക്കാലത്തെ വികസനവും പോരായ്മകളും സ്വപ്ന പദ്ധതികളുമടക്കം പൊതുവിഷയങ്ങളും പരിപാടിയിൽ ചർച്ചയായി. പനച്ചിക്കാട് ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ആനി മാമൻ, പ്രതിപക്ഷത്തു നിന്നും ശാലിനി തോമസ്, LDF പ്രതിനിധി അഡ്വക്കേറ്റ് വിവേക് മാത്യു, UDF പ്രതിനിധി ഇട്ടി അലക്സ്, BJP പ്രതിനിധി ജയൻ കല്ലുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കായിക മേഖലയിൽ എന്ത് ചെയ്യുമെന്നല്ലേ, എന്ത് വികസനം കൊണ്ടുവരാൻ നമ്മുടെ പഞ്ചായത്തിന് കഴിയും. അത്തരം സാധ്യതകൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ
മുൻതൂക്കം കൊടുക്കും. മണ്ണത്തൂരിലെ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ചർച്ചയാക്കി തിരുമാറാടി പഞ്ചായത്തിലെ പോരാട്ടം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദൃശ്യാന്യൂസ് സംഘടിപ്പിക്കുന്ന ആലപ്പാട്ട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണം എറണാകുളം ജില്ലയിലെ തിരുമാറാടിയിൽ നടന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും വികസനങ്ങളും ഉൾപ്പെടെ ചർച്ച ചെയ്തു. എടപ്ര ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടിയിൽ LDF പ്രതിനിധികളായി MM ജോർജ്, അനിൽ ചെറിയാൻ, UDF പ്രതിനിധികളായി ആശാ സനൽ, എവിൻ ജോർജ്, NDA പ്രതിനിധിയായി VM ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വെള്ളം വന്നിട്ട് 7-ാം ദിവസം FL പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്രയും ഈ 1,47,00,000 രൂപ ഈ പഞ്ചായത്തിന് തന്നിട്ട് ഈ പദ്ധതികൾ എന്താണ് ഇത് പാളി സെക്രട്ടറി എന്ത് അനുവാദം കൊടുത്തു എന്ന് പറയണം. ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ പാറമടയെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് നിലപാട് സ്വീകരിച്ചു? ആ ഫണ്ട് 1,47,00,000 എന്ന് പറയുന്നത് തന്നെയാണ്. ലഹരിക്കെതിരെ ഇടുക്കി ജില്ലാ പോലീസിന്റെ ത്രിദിന മോട്ടോർ സൈക്കിൾ റാലിക്ക് ചെറുതോണിയിൽ സമാപനമായി. സമാപന സമ്മേളനം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ ഇടുക്കി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ത്രിദിന മോട്ടോർ സൈക്കിൾ റാലിക്കാണ് ചെറുതോണിയിൽ സമാപനമായത്. ജില്ലാ ആസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള SPC, NCC, NSS കേഡറ്റുകളുടെ നേതൃത്വത്തിൽ റാലിക്ക് സ്വീകരണം നൽകി. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ അഡീഷണൽ SP ഇമ്മാനുവൽ പോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. മയക്കുമരുന്ന് എന്നൊരു കരാള വിപത്ത് ഈ സമൂഹത്തിൽ ഗ്രസിച്ചിട്ടുണ്ട്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ദ്വിമുഖ തന്ത്രത്തിന്റെ ഭാഗമായി ഒന്ന് ഡിറ്റക്ഷൻ, പ്രിവെൻഷൻ. നമ്മൾ കഴിയുന്നത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു, അത് കൊണ്ടുവരുന്നവർ അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു, ജയിലിലാക്കുന്നു, എല്ലാം ചെയ്യുന്നു. ബോധവൽക്കരണമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആ ബോധവൽക്കരണത്തിൽ കൂടെ മാത്രമേ ഈ ഒരു മെനസ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെയാണ് ഡി അഡിക്ഷൻ സെന്ററിലെ കൊണ്ട് ഏൽപ്പിക്കുക എന്നുള്ളത്, അഫക്റ്റഡ് പാർട്ടി. ഇതിനെല്ലാവിധ സഹായവും വേണം. ഞാനിവിടെ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ കുട്ടികൾ, കോളേജ്, സ്കൂൾ സ്റ്റുഡൻസ് ഇവിടെ നിൽക്കുമ്പോൾ ഇവരുടെ ഏറ്റവും നല്ല സന്ദേശവാഹകർ. നമുക്കറിയാം, സമൂഹത്തെ തിരുത്തിക്കൊണ്ടുവരേണ്ടവർ ഇവരുടെ ഒരു കടമയാണ്. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ദേവപ്രിയ ഷൈബുവിനെ ചടങ്ങിൽ ആദരിച്ചു. ആശംസ അറിയിച്ച ഇടുക്കി DYSP രാജൻ K അരമന, DCRB DYSP ബിജു KR, സീനിയർ പോലീസ് ഓഫീസേഴ്സ്, ജില്ലാ പ്രസിഡന്റ് നിഷാദ് മോൻ, ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ടോമി മാപ്ലക്കാലയിൽ, നോർക്കോട്ടിക് DYSP മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു. മത, രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. ദൃശ്യ ന്യൂസ്, ഇടുക്കി. സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും സമൂഹത്തിന്റെ കാവലും കരുതലുമായി യുവജനങ്ങൾ മാറണമെന്നും CSI മധ്യകേരള മഹായിടവക മുൻ ബിഷപ്പ് റവറൻ തോമസ് ശാമുവൽ. URIP സെന്റർ, ഗിൽഗാൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുവല്ലയിൽ നടത്തിയ എക്യുമെനിക്കൽ യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗിൽഗാൽ വാർത്താപത്രികയുടെ പ്രകാശനം ചടങ്ങിൽ ബിഷപ്പ് നിർവഹിച്ചു. ജീവിത വെല്ലുവിളികൾ നേരിടാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും ബിഷപ്പ് തോമസ് സാമുവൽ പറഞ്ഞു. സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളുടെ സങ്കീർണതകൾ മറികടക്കുന്നത് യുവാക്കൾക്ക് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. കെട്ടുറപ്പുള്ള കുടുംബങ്ങൾ അടിസ്ഥാനമായി നിന്നാലേ സമൂഹവും നന്നായി വരൂ എന്നും ബിഷപ്പ് പറഞ്ഞു. URIP സെന്റർ ഡയറക്ടർ ഡോക്ടർ ജോസഫ് ചാക്കോ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സാൽവേഷൻ ആർമി തിരുവല്ല ഡിവിഷണൽ കമാൻഡർ മേജർ PP ബാബു മുഖ്യപ്രഭാഷണം നടത്തി. AV ജോർജ്, റോയി വർഗീസ്, ബെൻസി തോമസ്, ക്യാപ്റ്റൻ ക്രിസ്റ്റീന, വർഗീസ് ജോർജ്, ജോസ് പള്ളത്തുചിറ, സണ്ണി തിരുവല്ല, ശ്രീനാഥ് കൃഷ്ണൻ, ആനിയമ്മ KJ, രാജു MT, സണ്ണി അത്തിമുട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ഗിൽഗാൽ വാർത്താപത്രികയുടെ പ്രകാശനം ബിഷപ്പ് തോമസ് സാമുവൽ നിർവഹിച്ചു. ഇത് ഒരു ചരിത്രത്തിൻ്റെ രേഖയാണ്, ഒരു റെക്കോർഡ് അല്ലേ. എന്തോ സംഭവിച്ചെന്നറിയണം. ഇപ്പോൾ ഒരു 10-15 വർഷം അല്ലെങ്കിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ അന്ന് എന്താ സംഭവിച്ചതെന്നറിയണേ പഴയ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ ഹിസ്റ്ററിയാണ്.
ഇപ്പോൾ ഞങ്ങളുടെ സഭ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ജ്ഞാന നിക്ഷേപം 200 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾ പല സംശയമൊക്കെ ഉണ്ടെങ്കിൽ ആ മാസം എടുക്കുന്നു. ഇത് റെക്കോർഡാണ്. അതുകൊണ്ട് ഇത് ഇന്ന് പ്രസിദ്ധം ആരംഭിച്ചിട്ട് നാളെ ഒരു ചുമ്മാ നോട്ടീസ് പോലെ എടുത്ത് കളയല്ലേ. ഇതൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. ഇത് ചരിത്ര രേഖയാണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, നിങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന ഈ പ്രസ്ഥാനം ഒരു വളരെ ഗൗരവമായ പ്രസ്ഥാനം. അത് വളരട്ടെ, അത് കൂടുതൽ ആളുകൾക്ക് അത് ലഭ്യമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല. ഹാർഡ് നിരവധി വാഹനങ്ങളുടെയും വീടുകളുടെയും കൊട്ടാരങ്ങളുടെയും മാതൃകയുണ്ടാക്കുന്ന 7ാം ക്ലാസ്സുകാരനാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ അനുഷ് കൃഷ്ണ. സ്കൂൾ മേളകളിൽ ഉൾപ്പെടെ നിരവധി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഈ കലാകാരന്. അനുഷ് കൃഷ്ണയ്ക്ക് ഹാർഡ് ബോർഡിൽ വ്യത്യസ്തങ്ങളായ വാഹനങ്ങളുടെയും വീടുകളുടെയും കൊട്ടാരങ്ങളുടെയും മാതൃക ഉണ്ടാക്കാനുള്ള സാമർഥ്യമുണ്ട്. ടിപ്പർ ലോറികൾ, ബസ്സുകൾ, JCB, താജ്മഹൽ, കൊട്ടാരങ്ങൾ, വീടുകൾ തുടങ്ങി നിരവധി മോഡലുകളാണ് അനുഷ് നിർമ്മിച്ചിട്ടുള്ളത്. കഞ്ഞിക്കുഴി SNUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുഷിന് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പ്രോത്സാഹനം ലഭിക്കുന്നു. താനുണ്ടാക്കുന്ന വാഹനങ്ങളുടെ മോഡലുകളിൽ ലൈറ്റ് ഘടിപ്പിച്ച് കൂടുതൽ മനോഹരമാക്കാനും അനുഷ് കൃഷ്ണയ്ക്കറിയാം. ഞാൻ അനുഷ് കൃഷ്ണ, ഞാൻ SNUP സ്കൂളിൽ പഠിക്കുന്നു. എനിക്ക് 11 വയസ്സുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിലാണ്. ഞാൻ ഉണ്ടാക്കിയത് കാർഡ്ബോർഡൊക്കെ വെച്ച് വാഹനങ്ങൾ, താജ്മഹൽ, കൊട്ടാരങ്ങളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ പേര് ദിലീപ്. ഞാൻ ഇടുക്കി കഞ്ഞിക്കുഴി താമസിക്കുന്നു. ഇതെൻ്റെ മൂത്ത മകനാണ് അനുഷ് കൃഷ്ണ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 12 വയസ്സുള്ളൂ. കാർഡ്ബോർഡിൽ ഓരോരോ രൂപങ്ങളുണ്ടാക്കും. ഈ പ്രാവശ്യം സബ് ജില്ലയിൽ പോയിട്ട് സെക്കൻഡ് പ്രൈസ് A ഗ്രേഡ് കിട്ടി. ചിത്രരചനയിലും സാമർഥ്യമുള്ള ഈ കൊച്ചുമിടുക്കൻ ചിത്രങ്ങൾ വരച്ചതിന് ശേഷമാണ് ഹാർഡ് ബോർഡിൽ രൂപകൽപ്പന നടത്തുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ സ്റ്റീൽ മോഡലുകൾ നിർമ്മിക്കുന്നതിൽ സാമർഥ്യം പ്രകടിപ്പിച്ചു തുടങ്ങിയ അനുഷ് കൃഷ്ണയുടെ സഹോദരൻ അഭിൻ കൃഷ്ണ മെറ്റൽ എൻഗ്രേവിംഗിൽ ഉപജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടിയ കൊച്ചു കലാകാരനാണ്. കഞ്ഞിക്കുഴി മാമ്പള്ളി ദിലീപിന്റെയും ഷൈനിയുടെയും 2 മക്കളിൽ മൂത്തയാളാണ് അനുഷ് കൃഷ്ണ. ദൃശ്യ ന്യൂസ്, ഇടുക്കി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.